ഞാനേ കഴിഞ്ഞ ഒരു 5-8 മാസം മുമ്പ് മുടിപ്പിൽ കാല് വിതരണം ചെയ്ത ഒരു വിഷയം നിങ്ങൾക്കൊക്കെ അറിയല്ലോ. കാലില്ലാത്തവർക്ക് കാല്, കൈയില്ലാത്തവർക്ക് കാല് കൊടുത്ത ആ കാല് വാങ്ങാൻ വന്ന കൂട്ടത്തിൽ ഒരു അമുസ്ലിം സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി ഒരു 3 മാസം മുമ്പ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഫോണിൽ അതിന്റെ വാൾപേപ്പറായി തങ്ങളുടെ ഫോട്ടോ ആണ് വെച്ചത്. രാവിലെ എഴുന്നേറ്റിട്ട് എപ്പോഴും ആ ഫോട്ടോ ഒന്ന് നോക്കും. ആ കുട്ടിക്കുള്ള സ്നേഹമാണ്. അപ്പോ എന്റെ ഫോട്ടോ ഒന്നും ആരും വെക്കണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. തങ്ങളുടെ മജ്ലിസ് എന്ന് പറയുന്ന ഈ സ്ഥാപനം എന്റെ ജീവൻ തുല്യം സ്നേഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പറയലുണ്ട്, മജ്ലിസിനെ പറഞ്ഞാൽ എനിക്ക് ദേഷ്യം പിടിക്കും, എന്നെ പറഞ്ഞാൽ ദേഷ്യം പിടിക്കൂല. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, വാങ്ങാത്തവര് എല്ലാവരും ഒന്ന് ചോദിച്ച് വാങ്ങണം. കാശ് കൊടുത്താലും ആവും, കൊടുത്തില്ലെങ്കിലും ആവും. ഉണ്ടെങ്കിൽ കൊടുക്കില്ലെങ്കിൽ കൊടുക്കണ്ട. അത് കൊണ്ടുപോയി തൂക്കണം, വെറുതെ അവിടെ കളയാനും പാടില്ല. അത് നിർബന്ധമാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ഖും, എല്ലാവരും എഴുന്നേറ്റ് ദുആയിലേക്ക് കടക്കുകയാണ്. ഇജ്ലിസ് നമ്മളെ ദോംപ ലത്തീഫ് സദസ്സിലുണ്ട്. അൽഹംദുലില്ലാ, എൻ്റെ വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ്. അദ്ദേഹത്തിന് സുഖമില്ലാതെ സുഖം പ്രാപിച്ചു, റെസ്റ്റിലാണ്. ഇപ്പോൾ സദസ്സിൽ വന്നിരുന്നിട്ടുണ്ട്. അള്ളാഹു ആജില ആശിഫ നൽകട്ടെ. നമ്മുടെ മജ്ലിസിനെ മാത്രല്ല, എന്നെ എല്ലാ രക്തവും മാംസവും വജ്ജയും എൻ്റെ സ്നേഹത്തിലാണ് അദ്ദേഹമുള്ളത്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടത് മക്കത്ത് വെച്ചാണ്. ബഹുമാനപ്പെട്ട സയ്യിദത്തുന ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹിക്ക് മുല കൊടുത്ത ഉമ്മയാണ് ഹലീമത്തു സഅദിയ. കേട്ടിട്ടില്ലേ? റസൂലുള്ളാഹിനെ പ്രസവിച്ച ഉമ്മയാരാ? അറിയില്ല? ആര്? ആർക്കും അറിയില്ല. ആമിന ഉമ്മ അല്ലേ? റസൂലുള്ളാഹിനെ പോറ്റിയ ഉമ്മാരാ? ഹലീമത്തു സഅദിയ. ആ ഹലീമത്തു സഅദിയ റസൂലുള്ളാഹിനെ പോറ്റിയ സമയത്ത് നടന്ന വഴിയും, ഹലീമ ബീബി ഈ കുഞ്ഞിനെ തൊക്കി നടന്നതും, കുഞ്ഞിന് തൊട്ടിൽ കെട്ടിയതും, ഹലീമ വീട് കെട്ടിയതുമായ സ്ഥലങ്ങളൊക്കെ അന്ന് ഹജ്ജിന് പോയപ്പോൾ എനിക്ക് കാണിച്ചു തന്നു. ഒരു 4-5 കൊല്ലം മുമ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം അവിടെ കാറും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറിലുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ വെച്ച വിഷമം വന്ന് നാട്ടിലേക്ക് വന്നപ്പോ എന്നോടൊപ്പം നിന്ന് ഞാൻ ചേർത്ത് പിടിച്ച ഒരു കുടുംബമാണ്. അല്ലാഹുവേ, ആ ചേർത്തുപിടിക്കൽ നാളെ ആഖിറത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമുള്ള സ്നേഹത്തിന് കാരണമാക്കി മാറ്റട്ടെ. നേരത്തെ നമ്മളെ എൻ്റെ മരുമൻ ജലാൽ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് ഞാൻ എന്ത് പറഞ്ഞാലും, ഞാൻ എന്തൊരു വാക്ക് പറഞ്ഞാലും, ഇനി ഞാൻ മൈസൂറിൽ നിന്ന് അറ്റാക്കായി ഡോക്ടർമാർ ആംബുലൻസിന്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പോകരുത്, ഒരു ജീവൻ പണയം വെച്ച് പോകരുത്, നിങ്ങൾ അരമണിക്കൂറിലപ്പുറം നിങ്ങൾ പോകില്ല. അപ്പൊ അവൻ പറഞ്ഞ വിഷയം എന്താണെന്നറിയാം? ആംബുലൻസുകാരനോട്, തങ്ങളുപ്പ പറഞ്ഞിന് പോവാൻ വേണ്ടിട്ട്, തങ്ങളുപ്പ പോവാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ആശുപത്രിയിൽ പോയപ്പോ ഞങ്ങളുപ്പാന്റെ ഒരൊറ്റ വാക്കാട് മടിക്കേരി എത്തിയപ്പോ എനിക്ക് തോന്നി ഞാൻ മരിച്ചു എന്നൊക്കെ തോന്നി. പക്ഷേ അള്ളാഹു രക്ഷപ്പെടുത്തി, അള്ളാഹു രക്ഷപ്പെടുത്തി. അള്ളാഹു ഈമാൻ സലാമത്ത് തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സ് വളരെയേറെ മഹത്വമുള്ള സദസ്സാണ്. ഈ സദസ്സ് നമ്മൾ ദുആ ചെയ്യുകയാണ്. ദുആ ചെയ്യുന്നതിന് മുമ്പ് ഇനി പിരിവൊന്നും ഞാൻ പറയാൻ ആഗ്രഹിച്ചതല്ല. പക്ഷേ എനിക്ക് പെട്ടെന്ന് തോന്നി, നമുക്ക് ഈ പരിശുദ്ധമായ റജബ് ബറക്കത്തുള്ള റജബാണ്. നമുക്ക് ബറക്കത്തുണ്ടാകണം. ബിസിനസ് ചെയ്യുന്നവരാണ് ബിസിനസ്സിൽ ബറക്കത്തുണ്ടാകണം. ജോലി ചെയ്യുന്നവരാണ് ജോലിയിൽ ബറക്കത്തുണ്ടാകണം. നമ്മുടെ മക്കളും മരുമക്കളും ഒക്കെ ദുബായിലും അവിടെയൊക്കെ അവർക്ക് ബറക്കത്തുണ്ടാകണം. ആ ബറക്കത്തിന് വേണ്ടി കേവലം ഒരു ബറക്കത്ത് ഈ മാസത്തിൽ ചെയ്ത് നമുക്ക് ദുആ ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സമയത്ത് ഞാൻ പറയുന്നത്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ മനപ്പാടമാക്കുന്ന ഹാഫിലിങ്ങൾ, ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ, ഈ ഇരിക്കുന്നതൊക്കെ മുതഅല്ലിമീങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത റമദാനിന്റെ ശേഷം ഒരു വലിയ ദർസ് ജാമിയത്തുൽ ഹിന്ദുവായി അഫിലിയേഷൻ ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ. ഒരു 100-ലധികം വിദ്യാർത്ഥികൾ നമ്മൾക്ക് ഇവിടെ ഉണ്ടാകണം. നമുക്ക് ഈ സ്ഥാപനത്തെ എല്ലാവരും കയ്യിലേറി അത് മുമ്പോട്ട് നടത്തണം. അതിനൊക്കെ നിങ്ങൾ സന്നദ്ധരാണ്. ഞാൻ ഈ സമയത്ത് ഉംറയ്ക്ക് പോയ സമയത്ത് ഓരോ ആളുകൾ ഞങ്ങളെ സമീപിച്ച് അവർ പറയുന്ന വാക്കുകൾ എന്നെ വല്ലാത്ത സന്തോഷിപ്പിച്ചു.
ഞാനൊരു പിരിവുകാരനായിട്ടല്ല അവരൊന്ന് പോയത്. അവരെന്നെ ഇങ്ങോട്ട് വന്ന് രണ്ടു കയ്യും കാട്ടി സ്വീകരിച്ചുകൊണ്ട് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അള്ളാഹു അവർക്ക് വലിയ ഹൈറ് പ്രതിഫലം നൽകട്ടെ. ഈ സദസ്സ് അവർ കാണുന്നുണ്ടാകും, എൻ്റെ ശബ്ദം അവർ കേൾക്കുന്നുണ്ടാകും. പേരെടുത്ത് പറയാനുള്ള സമയമില്ല. ഇപ്പൊ റിയാദിലും മദീനയിലുമൊക്കെ പോയപ്പോ വല്ലാത്ത അനുഭൂതിയാണ്. നമ്മുടെ ഹസ്ബുള്ള ചോദിച്ചാൽ അല്ലാ, അവർക്കൊക്കെ എന്താണ് തിരിച്ചങ്ങോട്ട് കൊടുക്കാൻ? ഞങ്ങളെടുക്കലൊന്നുമില്ല. അള്ളാഹു ഹൈറായ പ്രതിഫലം നൽകട്ടെ, പ്രതിഫലം നൽകട്ടെ. അപ്പൊ നമുക്ക് അരി, ഈ റജബ് മാസത്തിൽ അരി, അത് വലിയ ബർക്കത്ത്, റിസ്ക് അല്ലേ? അരി വേണം. എത്ര വേണമെന്ന് വെച്ചാൽ ആ അരി കൊണ്ടെല്ലാം നടക്കണം. ഒരു 100 ചാക്ക് അരി ചോദിച്ചാലും തരാനുള്ള ആളുകളുണ്ട്. അപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയുന്ന അരി, ഒരു ചാക്ക് അരിക്ക് നമുക്ക് നെയ്ച്ചോറ്റിന്റെ അരിയാണ് വേണ്ടത്. ഈ നെയ്ച്ചോറ്റിന്റെ അരി എന്ന് പറയുമ്പോൾ റാത്തീബിനത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ മുത്തഅല്ലിമീങ്ങൾക്ക് ആഴ്ചയിൽ 4 ദിവസം നെയ്ച്ചോറ്റിന്റെ അരിയാണ് ഇവിടെ ഉപയോഗപ്പെടുന്നത്. അതുകൊണ്ട് നെയ്ച്ചോറ്റിന്റെ അരിയാണ് നമുക്ക് വേണ്ടത്. നെയ്ച്ചോറ്റിന്റെ അരി ഇവിടെ കൊണ്ടുവരുന്ന അരിക്ക് 90 റുപ്യാണ് 1 കിലോ അരിക്ക്. 1 കിൻഡൽ അരിക്ക് 9000 രൂപയാണ്. ഞാൻ കൂടുതൽ ആരെയും ഇത് നിർബന്ധപൂർവ്വം പറയുന്നില്ല. വളരെ സന്തോഷത്തോടു കൂടി 1 കിൻഡൽ അരി തരാൻ പറ്റുന്ന ആളുകൾ ഒന്ന് എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന്, നമ്മൾ കുട്ടികളെടുത്തു ഒന്ന് കൈ വയ്ക്കിയാൽ മതി. 1 കിൻഡൽ. ഈ റജബ് മാസത്തിന്റെ ബർക്കത്ത്, ആ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിലെല്ലാം ഉണ്ടാകണം. അസുഖം ബാധിച്ച് പൈസ കൊടുക്കാൻ ഇനി നമ്മൾ തയ്യാറാകരുത്. ആ സദഖയുടെ കാരണം കൊണ്ട് തങ്ങളുടെ ആ സ്ഥാപനത്തിലേക്ക് ഞാൻ 1 കിൻഡൽ അരി കൊടുക്കുന്നു. ആ അരിയുടെ കാരണം കൊണ്ട് ഞാൻ രക്ഷപ്പെടണം, എൻ്റെ മക്കൾ രക്ഷപ്പെടണം, എൻ്റെ ഭാര്യ രക്ഷപ്പെടണം, എൻ്റെ കുടുംബം രക്ഷപ്പെടണം. ആശുപത്രിയിലേക്കൊന്നും പോകാതെ രോഗങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടാൽ, എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ നോക്കും, മിനിഞ്ഞാന്ന് ഗൾഫിൽ നിന്ന് ഞാൻ ഒരാളെ കണ്ടപ്പോൾ അയാൾ വന്ന് 5000 റിയാൽ ശമ്പളം കിട്ടുന്നു, 3000 റിയാൽ ശമ്പളവും മരുന്നിന് വേണ്ടി ചെലവാക്കുന്നു. അള്ളാഹു കാക്കട്ടെ. ഇതോ എല്ലാവരുടെയും അവസ്ഥ ഇതാണ്. എല്ലാവരുടെയും അവസ്ഥ ഇതാണ്. ഇപ്പൊ ഒരാൾ എഴുന്നേറ്റ ദിവസം, ഞാനിപ്പോ എഴുന്നേറ്റൊന്നും ചോദിക്കുന്നില്ല, എപ്പോഴും ഒരാള് 1 കിൻഡൽ അരിക്ക് പറ്റുന്ന ഒരാൾ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, ആരാ ഉള്ളത്? അതായത് 9000 രൂപയാണ് 1 കിൻഡൽ അരിക്ക്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. എന്താ പേര്? മുഹമ്മദ് മാറൂഫ്. അയാള് മാറൂഫ് എന്നാണ് അറിയപ്പെട്ട ആള്. മുഹമ്മദുമാണ്, നല്ല പേരാ. അല്ലാഹു തആല ഈ റജബ് മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് മുഹമ്മദ് മാറൂഫിന് അല്ലാഹു വലിയ ബർക്കത്ത് നൽകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഐശ്വര്യം നൽകട്ടെ. ഈ 1 കിൻഡൽ അരി ഈ സ്ഥാപനത്തിലേക്ക് ചെയ്യുമ്പോൾ അല്ലാഹുവേ, നിന്റെ അഹ്ലു ബൈത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ട് എന്റെ വാപ്പ വരെയുള്ള 39 ഉപ്പാപ്പമാരെ ഹഖ്ജാ ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ഉദ്ദേശം നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. എന്താണ് അദ്ദേഹം കൽബിൽ കരുതിയതെന്ന് ഞങ്ങൾക്കറിയില്ല. അല്ലാഹുവേ, ആ കൽബ് നീ കാണുകയും ആ കൽബിന്റെ ഉദ്ദേശം നീ ഏറ്റെടുക്കുകയും ചെയ്യണേ അല്ലാഹ്, ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പിന്നെ ഒരാള് ഈ റജബ് കഴിയുന്നതിന് മുമ്പ് അത് എത്തിക്കണം. അദ്ദേഹം ഉള്ളതിലേറെ വാരിക്കോരി കൊടുക്കുന്ന ഒരു ഹൃദയമാണ്. അള്ളാഹു അദ്ദേഹത്തിന് വാരിക്കോരി കൊടുക്കട്ടെ. കച്ചവടത്തിൽ അള്ളാഹു വലിയ ബർക്കത്ത് നൽകട്ടെ. കുടുംബത്തിൽ ഐശ്വര്യവും ആഫിയത്തും സമാധാനവും അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്ക് അള്ളാഹു നല്ല ഭാവിയുള്ള ജീവിതം അള്ളാഹു കാണിച്ചു കൊടുക്കട്ടെ. ഈ മക്കളെ കൊണ്ട് വലിയ സന്തോഷമുള്ള ഒരാളാക്കി അള്ളാഹു മാറ്റട്ടെ. പിന്നെ ഒരാള് പെട്ടെന്ന് പറയാൻ നിർത്തുകയാണ്. ഞാൻ ഇത് വായിലേക്ക് കടക്കുകയാണ്. 1 കിൻഡൽ, നമ്മളിപ്പോ സ്ത്രീകളെ ഭാഗത്തേക്ക് ആരെങ്കിലും ഒരു കുട്ടിയെ വീട് കേട്ടാ ഒരുപാട് വിട്ടിട്ടുണ്ട്. ഓക്കെ, 1 കിൻഡൽ തരാൻ പറ്റുന്ന ആരുള്ളത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ആരെങ്കിലും ഉണ്ടോ? അപ്പോ മൊബൈലിൽ വരുന്നുണ്ടാവും. അതിപ്പോ പിന്നെ നോക്കുമ്പോ തിരിയും. കാരണം അങ്ങനെയാണ്, എന്ത് പറഞ്ഞാലും അതിനെ ഏറ്റെടുക്കാൻ ധാരാളം ആളുകളുണ്ട്.
അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ആര് ഒരാൾ ഒരു കിണ്ടലും കൂടി ആക്കി നമുക്ക് നിർത്താം. ആരാ ഉള്ളത്? ആരുമില്ല. അതായത് 9,000 രൂപ തരാൻ ഉണ്ടാവും. ഇപ്പൊ പെണ്ണുങ്ങളുടെ ഭാഗത്തും വരും ഇൻഷാ അല്ലാഹ്. ആട്ടെ, പകുതി തരാൻ ആഗ്രഹിക്കുന്നവര് ഒരു കിണ്ടലിന് 9, അപ്പൊ 4,500. 4,500 റുപ്യ അരക്കിണ്ടൽ തരാൻ ആഗ്രഹിക്കുന്ന ഒരാള് നിന്നിട്ട് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അതാ നമ്മളതിനാള്, എന്താ മോന്റെ പേര്? അബ്ദുൽ ഹമീദ്, ബാംഗ്ലൂർ അല്ലേ? അതെ, അബ്ദുൽ ഹമീദിന്റെ ബിസിനസ്സിൽ അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഈ റാത്തീബിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം അദ്ദേഹവും കുടുംബവും ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. അദ്ദേഹവും കുടുംബവും രാവിലെ തന്നെ ഈ റാത്തീബിൽ പങ്കെടുത്ത് ഇവിടുന്ന് തന്നെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവുകയാണ്. അദ്ദേഹം മംഗലാപുരത്താണ്, വീട്ടിൽ പോകുന്നില്ല. ഈ തങ്ങൾ റാത്തീബിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം. അല്ലാഹു നീ വലിയ നിഅമത്ത് ചെയ്യണേ അല്ലാ, അദ്ദേഹത്തിലേക്ക് വലിയ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ജീവിതത്തിൽ വലിയ ഐശ്വര്യം നീ നൽകണേ അല്ലാ. എന്താണ് ഉദ്ദേശിച്ചത് അല്ലാഹുവേ അത് പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ, ബിറഹ്മതിക യാ അല്ലാ. പിന്നെ ആരാ ഉള്ളത്?